ഗുഡ് മോർണിംഗ് കേരള. എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുൻ കോൺഗ്രസ് എംപിയുടെ മകളും പരാതി നൽകിയതായി റിപ്പോർട്ടുകൾ. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പരാതി നൽകിയവരിലാണ് മുൻ എംപിയുടെ മകളുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി പിന്നീട് ഇതേ കാരണത്തെ ചൊല്ലി വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് പിന്മാറിയെന്നുമാണ് യുവതി പരാതിയിൽ പറയുന്നത്. നിങ്ങൾ JSK കണ്ടിരുന്നോ? വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സുരേഷ് ഗോപി നായകനായി എത്തിയ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK എന്ന ചിത്രത്തെക്കുറിച്ച് അതിലെ നായിക കൂടിയായ അനുപമ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ്. തനിക്ക് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. JSKക്ക് അത്ര സ്വീകാര്യത ലഭിക്കാതിരുന്നതിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ വായിച്ച സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അതിലുണ്ട്. രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളും ചിത്രത്തിലുണ്ട് എന്നാണ് നടി പറയുന്നത്. ഗഗൻയാൻ പരീക്ഷണം ഇന്ന് ഉറ്റുനോക്കി രാജ്യം. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിർണായകമായ ഒരു പരീക്ഷണം ഇന്ന് നടക്കും. ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയപ്പെടുന്ന പരീക്ഷണമാണ് ശ്രീഹരിക്കോട്ടയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ISROയും ഇന്ത്യൻ വ്യോമസേനയുമായി ചേർന്ന് നടത്തുന്ന പരീക്ഷണത്തിൽ ഗഗൻയാൻ യാത്രാ പേടകത്തിന്റെ മാതൃക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്ക് ഇടും. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം. KCLൽ തൃശൂരിനും കൊച്ചിക്കും തുടർച്ചയായ രണ്ടാം ജയം. കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയക്കുതിപ്പ് തുറന്ന് സാലി സാംസൺ നയിക്കുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സും സിജോമൻ ജോസഫിന്റെ തൃശൂർ ടൈറ്റൻസും. ആലപ്പി റിപ്പിൾസിനെ 34 റൺസിന് തകർത്താണ് കൊച്ചി രണ്ടാം വിജയം കൈക്കലാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന കൊച്ചി വി മനോഹരന്റെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ 184 റൺസ് വിജയ ലക്ഷ്യമാണ് ഉയർത്തിയത്. എന്നാൽ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആലപ്പിക്ക് 4 വിക്കറ്റുകൾ വീതം നേടിയ മുഹമ്മദ് ആഷിഖിന്റെയും KM ആസിഫിന്റെയും ബോളിംഗ് മികവിന് മുന്നിൽ 150 റൺസിന് അടിയറവ് പറയേണ്ടി വന്നു. അതേസമയം ആവേശകരമായ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ 9 റൺസിന് തോൽപ്പിച്ചാണ് തൃശൂർ ടൈറ്റൻസ് തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റിംഗിനെത്തിയ തൃശൂരിന് വേണ്ടി അഹമ്മദ് ഇമ്രാൻ സെഞ്ചുറി നേടി. 209 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കാലിക്കറ്റിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ ഇന്ന് 8ാം ദിനം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ടർ അധികാർ യാത്ര വൻ ജനപങ്കാളിത്തത്തോടെ മുന്നേറുന്നു. ഇതിനോടകം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തുടങ്ങിയ അനേകം നേതാക്കൾ യാത്രയുടെ ഭാഗമാകും എന്ന വാർത്തകൾ വരുന്നുണ്ട്. മമതാ ബാനർജി, സിദ്ധരാമയ്യ തുടങ്ങിയവർ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. സപ്ലൈകോയിൽ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക വിലക്കുറവ്. 12 രൂപയാണ് കുറവ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്ന് കേര വെളിച്ചെണ്ണ ലിറ്ററിന് 445 രൂപ നിരക്കിൽ ലഭിക്കും. ഒറ്റ ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണ് ഇത്. വെളിച്ചെണ്ണ വില അനിയന്ത്രിതമായി ഉയരുന്ന സാഹചര്യത്തിൽ 457 രൂപ നിരക്കിൽ സപ്ലൈകോയിലൂടെ മാത്രം വെളിച്ചെണ്ണ നൽകിയിരുന്നു. ഇതിലും 12 രൂപ കുറച്ചാണ് ഇന്ന് മാത്രം ബാധകമാവുന്ന പ്രത്യേക ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നാളെ മുതൽ കേരളത്തിലെ ഉൾപ്രദേശങ്ങളിലും സബ്സിഡി സാധനങ്ങളും മറ്റും എത്തിക്കാൻ വേണ്ടി സപ്ലൈകോ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഒരുങ്ങും. സെപ്റ്റംബർ 4 വരെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെയാവും ഈ ഓണച്ചന്തകൾ സഞ്ചരിക്കുക. ആദ്യ ദിനമായ നാളെ നെടുമങ്ങാട് മണ്ഡലത്തിലെ പരിയാരം, ചുടുകാട്ടിൻമുകൾ, പാറശാല മണ്ഡലത്തിലെ പെരുങ്കടവിള, ആര്യങ്കോട്, നെയ്യാർ ഡാം, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കടുവപ്പള്ളി, മണമ്പൂർ നാലുമുക്ക് എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്തും. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. ചികിത്സയിലുള്ളവരുടെ എണ്ണം 7ആയി. സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 മാസം പ്രായമായ കുഞ്ഞ് ഉൾപ്പെടെ 7 പേരാണ് നിലവിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇവരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ രാത്രിയാണ് മോസ്കോ നഗരത്തെ ലക്ഷ്യമാക്കി ഡ്രോൺ ആക്രമണം നടന്നത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ തകർത്തെന്നാണ് റിപ്പോർട്ട്. മുന്നറിയിപ്പിന്റെ ഭാഗമായി
മോസ്കോയിൽ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 32 ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. വാർത്ത തുടരും. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.